വംശനാശ ഭീഷണി നേരിടുന്ന പലതരം ജീവജാലങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ നിലനിൽപ്പിന് ഭീഷണി നേരിടുന്ന പലതരം ടെക്നോളജികളും അതുപോലെ തന്നെ വാച്ചുകളും ഉണ്ട്. അത്തരത്തിലൊരു വാച്ചിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലുട്ടാപ്പിര അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. വർഷം 1989 ഒരു ജൂൺ മാസത്തിലാണ് കാസിയോയുടെ എക്കാലത്തെയും ഹിറ്റ് വാച്ചുകളൊന്നായിട്ടുള്ള കാസിയോ F91W അവതരിക്കുന്നത്. അവിടെ നിങ്ങോട്ട് എതിരാളിക്കൊരു പോരാളിയെയും ചില സമയത്ത് വില്ലനായും ലോകത്തിലുള്ള വാച്ച് പ്രേമികളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുകയും പ്രകമ്പനം കൊള്ളിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വാച്ചാണ് കാസിയോ F91W. ഈ വാച്ചിന്റെ ഏറ്റവും വലിയ പോരായ്മ ഇതിന്റെ ബാക്ക് ലൈറ്റ് ആണ്. സൈഡിൽ നിന്നും പ്രകാശിക്കുന്ന ഒരു സിംഗിൾ LED ബാക്ക് ലൈറ്റ് ഒരേപോലെ അല്ല സ്ക്രീനിൽ പ്രകാശം പരത്തുന്നത്. ഇന്ന് അതിനെ മറികടക്കാൻ കാസിയോയ്ക്ക് നിഷ്പ്രയാസം സാധിക്കുന്നുണ്ടെങ്കിലും ആ ഒറിജിനാലിറ്റി നിലനിർത്താൻ അവർ ആ ലൈറ്റ് ഇന്നും അതേപോലെ തന്നെ നിലനിർത്തുകയാണ്. ആ സമയത്താണ് ടൈമെക്സ് അവരുടെ ഇൻഡിഗ്ലോ എന്ന് പറഞ്ഞ ലൈറ്റിംഗ് കൊണ്ടുവരുന്നത്. അതുവരെ കാസിയോ വാച്ചുകൾ ഉണ്ടായിരുന്ന ലൈറ്റിങ്ങിനേക്കാളും എന്തുകൊണ്ടും മെച്ചപ്പെട്ട സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് ആയിരുന്നു ഇൻഡിഗ്ലോ. അതിനൊരു മറുപടി എന്നുള്ള നിലയ്ക്കാണ് കാസിയോ ഇലുമിനേറ്റർ ടൈപ്പ് വാച്ചുകൾ അല്ലെങ്കിൽ ഇലുമിനേറ്റർ ടൈപ്പ് ലൈറ്റിംഗുള്ള വാച്ചുകൾ അവതരിപ്പിക്കുന്നത്. ടൈമെക്സിന്റെ ഇൻഡിഗ്ലോ ആയാലും കാസിയോയുടെ ഇലുമിനേറ്റർ ആയാലും ഒരേ ടെക്നോളജി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇലക്ട്രോലൂമിനസൻസ് എന്നാണ് ആ ടെക്നോളജിക്ക് പറയുന്ന പേര്. അതെന്താണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാച്ചിന്റെ LCDയുടെ ബാക്കിൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഒരു തിൻ ഫ്ലെക്സിബിൾ ലെയർ ഉണ്ടാവും. അതിലേക്ക് വോൾട്ടേജ് കടത്തിവിടുമ്പോൾ അത് പ്രകാശിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത്രയും മതി. വാച്ച് ഫേസ് ഒരേപോലെ ലൈറ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മിക്കവാറും ബ്ലൂ ഗ്രീൻ ഷെയ്ഡ്സ് ഒക്കെ ആയിരിക്കും ഇതിന്. കാണാനായിട്ട് നല്ല രസമാണ്. വീണ്ടും നമ്മുടെ പഴയ F91W കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഇലക്ട്രോലൂമിനസൻസ് ബാക്ക് ലൈറ്റ് ആയിട്ട് വന്ന F91W ഒരു പ്രോപ്പർ അപ്ഗ്രേഡ് ആണ് ഈ കാസിയോ F105W. അതായത് F91W ഇലുമിനേറ്റർ ടൈപ്പ് വേർഷൻ എന്ന് പറയാം. 1996 ഈ വാച്ച് വരുന്നത്. 30 വർഷങ്ങളായി ഈ വാച്ച് പുറത്തിറക്കിയിട്ട്. ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡൽ അല്ല. എന്തുകൊണ്ടാണ് ഈ വംശനാശ ഭീഷണിയെ കുറിച്ചൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഇലക്ട്രോലൂമിനസൻസ് ബാക്ക് ലൈറ്റ് ഉള്ള വാച്ചുകൾ കാസിയോ പതുക്കെ വിപണിയിൽ നിന്ന് പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഇന്നത്തെ പുതിയ ഹൈബ്രൈറ്റ് LEDകൾക്ക് പ്രവർത്തിക്കാനായിട്ട് ഈ പറയുന്ന EL പാനലിനേക്കാൾ കുറവ് പവർ മതി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, EL പാനലുകൾ ഉണ്ടാക്കാനായിട്ട് ചെലവ് കൂടുതലാണെന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഈ ഇലക്ട്രോലൂമിനസൻസ് പാനൽസിന് ഡീഗ്രഡേഷൻ സംഭവിക്കുന്നുള്ളതാണ്. അതായത് പുതിയ LEDക്ക് EL പാനലിനേക്കാളും കൂടുതൽ ലൈഫ് ഉണ്ടെന്നുള്ളതാണ് കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഇലക്ട്രോലൂമിനസൻസ് ബാക്ക് ലൈറ്റ് ഉള്ള വാച്ചുകൾ പതിയെ ഒരു അപൂർവ വസ്തുവായിട്ട് മാറും. ഇന്ത്യയിൽ കാസിയോ A168 സീരീസ് എല്ലാം തന്നെ EL ബാക്ക് ലൈറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്റെ അറിവിൽ കാസിയോ ഇലുമിനേറ്റർ ടൈപ്പ് സീരീസ് വാച്ചുകൾ ആരംഭിക്കുന്നത് ഈ EL ബാക്ക് ലൈറ്റുകൾ വെച്ചുകൊണ്ടാണ്. അങ്ങനെ വന്ന ആദ്യത്തെ ഇലുമിനേറ്റർ ടൈപ്പ് വാച്ച് A168 ആണ്. എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം രണ്ടാമത് വന്ന വാച്ചാണ് ഈ F105W. അതായത് ശരിക്കും ഈ F91W ഒരു പ്രോപ്പർ ഇലുമിനേറ്റർ ടൈപ്പ് അപ്ഗ്രേഡ്. നമുക്ക് ഇന്ന് ഇന്ത്യയിൽ വാങ്ങിക്കാൻ കിട്ടാത്തൊരു വാച്ചാണത്. പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ഏകദേശം $28 ആയിരുന്നു ഇതിന്റെ വില. കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഇലക്ട്രോലൂമിനസൻസ് ബാക്ക് ലൈറ്റ് ഉള്ള വാച്ചുകൾ പതിയെ ഒരു അപൂർവ വസ്തുവായിട്ട് മാറും. ലൈറ്റ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം F91W തുല്യമാണ്. വലിപ്പത്തിൽ മാത്രം F91W 1 മില്ലിമീറ്റർ നീളവും തിക്നെസ്സും കൂടുതലാണ് ഈ വാച്ചിന്. ഇതൊരു 35.4 മില്ലിമീറ്റർ കംപ്ലീറ്റ്ലി റെസിൻ ബിൽഡ് വാച്ചാണ്. റെസിൻ ഗ്ലാസ് തന്നെയാണ്. എന്നാലും F91W ഭാരം തന്നെയുള്ളൂ, 21 ഗ്രാം. എലാപ്സ് ടൈം കാണാൻ പറ്റുന്ന ഒരു സ്റ്റോപ്പ് വാച്ച്, ഡെയിലി അലാം, അവർലി ടൈം സിഗ്നൽ, 12 hour 24 hour ഫോർമാറ്റ്, ഡേ ഡേറ്റ് എല്ലാം കാണിക്കും. +or-30 seconds per month ആണ് ഈ വാച്ചിന്റെ ആക്യുറസി. 7 years ആണ് ബാറ്ററി ലൈഫ്. ഏകദേശം 30 മീറ്റർ ആണ് വാട്ടർ റെസിസ്റ്റൻസ്. തീർച്ചയായിട്ടും ഇലുമിനേറ്റർ ടൈപ്പ് ആണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. F91W കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്. ഈ കട്ട്സും ലൈൻസും എല്ലാം ഷാർപ്പാണ്. ചെറിയൊരു ബ്ലൂ ടിന്റ് ഈ ഡിസ്പ്ലേയിലുണ്ട്. നീല നിറത്തിലാണ് ഇതിന്റെ EL ബാക്ക് ലൈറ്റ്. അതിന്റെ ഒരു സംഭവം കൊണ്ടാണ് ഇതിന്റെ വാച്ച് ഫേസിൽ ഇത്ര നീല നിറത്തിലുള്ള ഒരു ആക്സെന്റ് കൊടുത്തിരിക്കുന്നത്. ഒരു 18 മില്ലിമീറ്റർ സ്ട്രാപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉപയോഗിക്കാൻ ഭയങ്കര ഈസിയാണ്. ചെറിയ റിസ്റ്റ് ഉള്ളവർക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. എന്റെ 6 ഇഞ്ച് റിസ്റ്റ് ആണ്. എനിക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാച്ചാണത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം $28 ആണ് ഇതിന്റെ വില. നമ്മുടെ നാട്ടിലെ പ്രൈസ് വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ ഏകദേശം $2500 അടുത്ത് വരും. ഇത്തരം വാച്ചുകൾ നമുക്ക് ഇനി കിട്ടില്ല എന്ന് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര വിഷമാണ്. അത് തന്നെയല്ല, അങ്ങനെയുള്ളൊരു സ്നേഹവും നമുക്ക് ഈ വാച്ചിനോടുണ്ട്. അപ്പോൾ അതാണ് ഈ വാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ കാണുന്നതിൽ 70% പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരല്ല. ശരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് വലിയൊരു മോട്ടിവേഷനും വലിയൊരു സഹായമായിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ടെക്ലുട്ടാപ്പി തന്നെയാണ് പേര്. അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.